ഇന്ന് റിപ്പോർട്ടർ ചാനൽ രാവിലെ 9 മണിക്ക് കേരളത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്ന, നമ്മളെയൊക്കെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വാർത്ത എക്സ്ക്ലൂസീവായി പുറത്തുവിടും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പ്രമോ കൊടുത്തിരുന്നു. അപ്പോൾ ആ പ്രമോ കൊടുത്തത് അറിഞ്ഞിട്ടാകണം. കാരണം ഇന്ന് രാവിലെ 7 മണിക്ക്, ഇവർ 9 മണിക്കാണ് പുറത്തു വിടുമെന്ന് തോന്നിയത്, പക്ഷേ ഏതാണ്ട് 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു. ആ വാർത്ത തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തേക്ക് വിടാനിരുന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് വിട്ട വാർത്ത എന്ന് പറയുന്നത്, ഒരു 40 വയസ്സിനോടടുത്തിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ, അവർ മലപ്പുറത്തുള്ള ഒരു സ്ത്രീ, അവരൊരു സിവിൽ പരാതിയുമായിട്ട് വിനോദ് എന്ന് പറയുന്ന ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് ചെന്നു വന്നു. ആ പരാതിയുമായി ചെന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ മറ്റൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു, ഇവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ചു കൊണ്ടുപോയി മറ്റൊരു റൂമിൽ ചെന്ന് ഇവരെ ബലാത്സംഗം ചെയ്തു വന്നു. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ടുള്ള ഈ സ്ത്രീ പിന്നീട് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാരിയോട് ഈ വിവരങ്ങളെല്ലാം പങ്കുവച്ചു എന്നുള്ളതുമാണ് ആദ്യത്തെ കാര്യമെങ്കിൽ, അതിനുശേഷം ഈ വിനോദിനെതിരെ പിന്നീട് ഇതിന്മേൽ അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലാത്തതുകൊണ്ട് വിനോദിനെതിരെ വീണ്ടും അവരൊരു പരാതിയുമായിട്ട് DYSP ആയിട്ടുള്ള VV ബെന്നിയുടെ അടുത്ത് ചെന്നു. ആ VV ബെന്നിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ VV ബെന്നി ഇത് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ട് ഇവരോട് വളരെ മോശമായി പെരുമാറിയെന്നും തനിക്ക് കൂടി വഴങ്ങിത്തരണമെന്നും പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനിടയിൽ VV ബെന്നിയുടെ സുഹൃത്തും കാമുകിയുമായിട്ടുള്ള ഒരു ടീച്ചർ കൂടി ഇവരോട് വന്ന് ഈ വിനോദിനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ബെന്നി സുജയ പാർവതിയൊക്കെ ടെലിവിഷനിലൂടെ പറഞ്ഞത് അങ്ങനെ തന്നെ വാക്കുകളായി നിങ്ങളോട് പറഞ്ഞാൽ അവരുടെ മാറത്ത് തഴുകുകയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഈ VV ബെന്നിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ വിനോദിനെക്കുറിച്ചും, അതായത് SHO ആയും സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള വിനോദിനെക്കുറിച്ചുമുള്ള പരാതിയുമായിട്ട് ഇവർ SP സുജിത് ദാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ച് കൊണ്ടുപോയി വീട്ടിൽ ഫർണിച്ചർ പണിതിട്ടതിന് ശേഷം PV അൻവറിൻ്റെ അടുത്ത് കെഞ്ചി കേണപേക്ഷിച്ച് അത്തരത്തിലുള്ളൊരു പരാതി MLA പിൻവലിക്കണം എന്ന് പറയുന്നൊരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് കേൾക്കാത്തവരായിട്ട് ഇപ്പോൾ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു SP എത്രത്തോളം തരം താണാമോ അത്രത്തോളം തരം താഴ്ന്ന് അടുത്ത 25 കൊല്ലത്തേക്ക് എനിക്ക് സർവീസ് ഉണ്ടെന്നും ഞാൻ DIG ആയിട്ട് റിട്ടയർ ചെയ്യുള്ളൂ, ആ DIG ആകുന്നത് വരെ ഞാൻ അങ്ങയോട് വിനീത വിധേയനായിരിക്കും എന്നൊക്കെ പറയുന്നൊരു വാചകമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ SP സുജിത് ദാസിൻ്റെ അടുത്താണ് ഇവർ പരാതിക്ക് ചെന്നത്. അങ്ങനെ പരാതിക്ക് ചെന്നപ്പോൾ നേരെ SB തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇവരെ ആദ്യം ഒരൊറ്റ നില വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നീട് ഇവരോട് വീണ്ടും ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഇവരെ ഒരു BMW കാറ് വിട്ട് വിളിപ്പിക്കുകയും ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി ഇവരെ മദ്യപിച്ച് മതോന്മത്തനായിട്ടുള്ള SP സുജിത് ദാസ് പീഡിപ്പിക്കുകയും അതിനുശേഷം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് വഴങ്ങാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ തയ്യാറായില്ല. അപ്പോൾ 500 രൂപ കൊടുത്ത് ഇവരെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ കേരളത്തെ പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ വെച്ചിരുന്ന വാർത്ത. പക്ഷേ ഏതാണ്ട് 8-7 മണിക്ക് തന്നെ ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് പക്ഷേ പുറത്തുവിട്ടപ്പോൾ മറ്റൊരു സൈഡ് കൂടി കൃത്യമായി കേട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ VV ബെന്നി ഈ വിനോദിൻ്റെ കേസിൽ അന്വേഷണം നടത്തിയതാണെന്നും അന്വേഷണം നടത്തി അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വിട്ടത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ അതിനിശ്ചിതമായി ഈ 3 പേരുടെയും, ഈ വിനോദിൻ്റെയും അതുപോലെ ബെന്നിയുടെയും പിന്നെ സുജിത് ദാസ് നമുക്കറിയാം PV അൻവറിൻ്റെ ആരോപണത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ VV ബെന്നിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് മുട്ടിൽ മരംമുറി കേസ് അന്വേഷിക്കുകയും ഏതാണ്ട് 86,000 പേജിലധികമുള്ള ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയും മരങ്ങളുടെയൊക്കെ DNA എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അന്വേഷിച്ചത് എന്ന് മാത്രമല്ല, കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ വെച്ച് നമ്മുടെ അഗസ്റ്റിൻ സഹോദരന്മാരായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെയും ജോസുകുട്ടി അഗസ്റ്റിനെയും അതുപോലെയുള്ള അഗസ്റ്റിന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത ഉദ്യോഗസ്ഥനാണ് VV ബെന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല വാർത്തകളിലും ഈ VV ബെന്നിക്കെതിരെ അടിക്കാനൊരു വടി കിട്ടിയാൽ അത് കുറച്ചുകൂടി ഫലപ്രദമായി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ 3 പേരുടെയും പടം വെച്ചുകൊണ്ട് വളരെ ഡ്രമാറ്റിക്കായ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രചരണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നടത്തിയത്. റിപ്പോർട്ടർ ചാനൽ പറയുന്നത് പക്ഷേ ഇതിന് സാക്ഷികളുണ്ടെന്നും വേറൊരു സ്ത്രീയുടെ മൊഴിയുണ്ടെന്നും കൂടാതെ അവരെ സഹായിക്കാൻ വന്നിട്ടുള്ള മറ്റേതോ ഒരു ആളുടെ അദ്ദേഹത്തിൻ്റെ കൂടി ബൈറ്റുകൾ പുറത്ത് വിടുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ കേരളം ഞെട്ടുന്ന വാർത്തയായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ
ഇപ്പം നമുക്ക് ഇങ്ങനൊരു പരാതി ഇല്ലെന്നോ ഇത് മുഴുവൻ തെറ്റാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആകെ തോന്നുന്നൊരു കാര്യം, കാരണം SP സുജിത് ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞതിൽ പല വാസ്തവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, സത്യത്തിൽ ഇവർ സർക്കിൾ ഇൻസ്പെക്ടറെ കുറിച്ചുള്ള പരാതിയുമായിട്ട് DYSPയുടെ അടുത്ത് ചെന്നു, DYSPയുടെ പരാതിയുമായിട്ട് SP അടുത്ത് ചെന്നു. അപ്പോഴാണ് കൂടുതലായി പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സത്യത്തിൽ മറ്റേ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ പരാതിയുമായിട്ട് DYSP ചെറുതായി എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, മറ്റത് രണ്ടും ബലാത്സംഗം നടത്തിയെന്നാണ് പറയുന്നത്. SP വീണ്ടും ഇവരെ വിളിച്ചു വരുത്തുകയും മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും മഹാഭാഗ്യം, അവർ വീണ്ടും മുകളിലേക്ക് പരാതിയായി പോയില്ലല്ലോ എന്നാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. കാരണം ഇവർ കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയും വല്ല PCCയിലേക്ക് അടുത്തൊക്കെ എത്തുകയും ചെയ്ത് പരാതി പറയുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം എന്തായാലും അവർ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇപ്പോൾ വിനോദ് എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തു വന്ന് പറഞ്ഞേക്കുന്ന കാര്യം, അദ്ദേഹത്തിനെതിരെ ഇവർ ആദ്യം വരുന്നത് ഒരു ഓട്ടോറിക്ഷക്കാരനെതിരെയുള്ള പരാതിയുമായിട്ടാണ് ഇവർ സ്റ്റേഷനിലേക്ക് എത്തിയെന്നും, അപ്പോൾ ഇങ്ങനെ പരാതി പറയുകയും അതിൽ FIR ഇടാനും കേസെടുക്കാനൊന്നും ഇവർക്ക് താല്പര്യമില്ലെന്നും, ഇവർ പലപ്പോഴും അവരെ പ്രതികളെ വിളിച്ച് സ്റ്റേഷനിൽ എത്തിക്കുകയും എന്നിട്ട് അവരുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി പണം ഈടാക്കുകയും ചെയ്തതാണ് എന്ന് പറയുന്നൊരു വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും, അപ്പോൾ ഇവർ പറയുന്നതിൽ ആദ്യത്തെ കേസ് ഇതല്ലെന്നും പിന്നെ രണ്ടാമതാണ് ഈ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്നും ഒക്കെയാണ് നമ്മുടെ വിനോദ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ഈ VV ബെന്നി എന്ന് പറഞ്ഞ DYSP വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരാണെന്നും സുജിത് പോലീസ് സേനയെല്ലാം വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടുകൂടി പറയുന്നതായിരിക്കും. സുജിത് എത്തരത്തിലുള്ള ഒരാളാണെന്നുള്ളത് കഴിഞ്ഞ തവണ PV അൻവറുമായിട്ട് നടത്തിയിട്ടുള്ള ഫോൺ വിളിയിലൂടെയും അദ്ദേഹം മരം വെട്ടിക്കൊണ്ടുപോയി ക്യാമ്പ് ഓഫീസിൽ നിന്നിരുന്ന മരം വെട്ടിക്കൊണ്ടുപോയി വിറ്റ് ഫർണിച്ചറാക്കിയതിൻ്റെ കഥയുമൊക്കെ അദ്ദേഹം തന്നെ സമ്മതിച്ചത് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചാനലുകൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പീഡന പരാതികൾ നിരവധി വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ കേട്ടറിയുന്നൊരു കാര്യം, ഈ സ്ത്രീയെ മറ്റേതെങ്കിലും ചാനലുകളുടെ അടുത്ത് അവർ വെളിപ്പെടുത്തൽ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാവൽ പോലും നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്വേഷിച്ച് ഏഷ്യാനെറ്റ് കണ്ടെത്തിയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തതെന്നാണ്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിനോട് കിടപിടിക്കാൻ വേണ്ടി അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ News 18 എന്ന് പറയുന്നൊരു ചാനലാണ്. അവർ ഇന്ന് നമ്മുടെ പഴയ, അതായത് ADGPയും സ്വപ്ന സുരേഷ് അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷാജ് കിരൺ എന്നാണ്. നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവില്ല. ആ ഷാജ് കിരണിൻ്റെ ചാറ്റുകളും അതുപോലെ തന്നെ അവരുടെ ഷാജ് കിരണുമായിട്ടുള്ള സംഭാഷണവും ഒക്കെ ഇവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ADGPയുമായി നടത്തിയിട്ടുള്ള ഫോൺ വിളികളുടെ ചാറ്റുകളും അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ ചാറ്റുകളും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് വിട്ടതിന് ശേഷം അവർ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിയായിരുന്ന പക്ഷേ കേരളം വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളുണ്ട്. അവരാണ് പറഞ്ഞൊരു വാചകമാണെന്ന് News 18 എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയത്. ഇത് കേരളം എന്ന് പറയുന്നത് മാഫിയകളുടെയും ഗുണ്ടകളുടെയും ഒക്കെ നാടാണ്. അല്ലാതെ ഇവിടെ ലോ ആൻഡ് ഓർഡറും കൃത്യമായിട്ടുള്ള മറ്റേ നിയമപരിപാലനമൊന്നുമല്ല ഉദ്യോഗസ്ഥന്മാരും ആളുകളും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നൊരു കാര്യം. എന്താണെങ്കിലും ഈ പരാതി എന്ന് പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണെങ്കിലും ഈ സ്ത്രീ പരാതി അയച്ചിട്ടുണ്ട്. പരാതി എന്തായാലും അന്വേഷിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരു സ്ത്രീയുടെ പരാതിയാണ്. അതിപ്പോൾ തെളിവുകളില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇവരാരും പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. പക്ഷേ എന്താണെങ്കിലും ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയാനുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വാർത്തയെ ഏഷ്യാനെറ്റ് ന്യൂസ് പൊളിച്ചെടുക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അതിനോട് കിടപിടിക്കാൻ വേണ്ടി മറ്റ് ചാനലുകളുമൊക്കെ വലിയ തോതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റേറ്റിങ്ങിൻ്റെ മത്സരത്തിൻ്റെ ഭാഗമായി പോലും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇനി ചിലപ്പോൾ പുറത്തു വന്നേക്കാം. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും സംശയമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, VV ബെന്നി എന്ന് പറയുന്ന ഒരു DYSPയെ റിപ്പോർട്ടർ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോഴത്തെ MDമാരായിട്ടുള്ള അഗസ്റ്റിൻ ബ്രദേഴ്സിനെയൊക്കെ തുറുങ്കിലടക്കാൻ കാരണക്കാരനായ അന്വേഷണം നടത്തിയ 86,000 പേജുകളധികം വരുന്ന ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ള, അതുപോലെ മരങ്ങളുടെയൊക്കെ DNA പരിശോധന അടക്കം നടത്തിക്കൊണ്ട് കൃത്യമായി തെളിവുകളടക്കം ഹാജരാക്കി ഇവരെ അകത്താക്കിയതിൻ്റെയൊക്കെ ഒരു ചെറിയ പക കൂടി ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ഈ ചാനൽ മത്സരങ്ങളുടെ കാലത്ത് വാർത്തകൾ പുറത്തേക്ക് വരട്ടെ. പക്ഷേ ഒരു ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയുള്ള ഉത്തരവാദിത്തമില്ലായ്മയുടെ അങ്ങേയറ്റത്തേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലമായിരിക്കും കേരളത്തിൽ വരാനിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കേരളത്തെ പിടിച്ചുലക്കുന്ന, കേരളം ഞെട്ടിവിറക്കാൻ പോകുന്ന എക്സ്ക്ലൂസീവുകളൊക്കെ വരുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്.
അതുകൊണ്ട് നമ്മുടെ ഒരു ലോജിക്ക് കൂടി വെച്ചുകൊണ്ട് മാത്രമേ ഇനി വാർത്തകൾ മുഴുവനായും സത്യമാണോ ഇല്ല എന്നുള്ളത് വിശ്വസിക്കുക സാധ്യമാകൂ.